ബിരുദാനന്തര ബിരുദങ്ങളും ഉയർന്ന സർട്ടിഫിക്കറ്റുകളും ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിൻ്റെ ആണിക്കല്ലായി കരുതപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറുമ്പോൾ ലോകത്തിൻ്റെ ചിന്താഗതിയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. 2025-26 കാലഘട്ടത്തിൽ പ്രശസ്ത തൊഴിൽ പോർട്ടലായ ഇൻഡീസ് നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകൾ ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ വിദഗ്ധരെയും നയരൂപീകരണക്കാരെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണ്. പഠനത്തിൽ പങ്കെടുത്ത ജെൻസി വിഭാഗത്തിൽപ്പെട്ട യുവജനതയിൽ 51% പേരും തങ്ങളുടെ കോളേജ് ബിരുദം കേവലം സമയത്തിൻ്റെയും പണത്തിൻ്റെയും പാഴാക്കലാണെന്ന് വിശ്വസിക്കുന്നു. ഈ കണക്കുകൾ വെറുമൊരു നിരാശയുടെ പ്രതിഫലനമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തോടുള്ള ശക്തമായ വിയോജിപ്പും പുതിയ കാലത്തെ തൊഴിൽ വിപണിയുടെ യാഥാർത്ഥ്യങ്ങളുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഉയർന്ന ട്യൂഷൻ ഫീസും അനുബന്ധ ചെലവുകളും സാധാരണക്കാരായ വിദ്യാർത്ഥികളെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് തള്ളിവിടുന്നത്. മികച്ചൊരു ജോലി ലഭിക്കണമെന്ന പ്രതീക്ഷയിൽ ബാങ്ക് വായ്പയെടുത്ത് പഠനം പൂർത്തിയാക്കുന്നവർക്ക് പഠിച്ചിറങ്ങുമ്പോൾ ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ വലിയ ബാധ്യതയായി ഇക്കാലത്തെ വിദ്യാഭ്യാസ ചെലവുകൾ മാറുന്നു. ഉന്നത വിദ്യാഭ്യാസം എന്നത് ഒരു സുരക്ഷിത കരിയറിലേക്കുള്ള പാതയാണെന്ന ധാരണ ഇന്ന് വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. പഠിച്ച വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലികളിൽ ഏർപ്പെടേണ്ടി വരുന്നതും ബിരുദം ഉണ്ടായിട്ടും തൊഴിലില്ലായ്മ നേരിടേണ്ടി വരുന്നതും യുവാക്കളെ ഈ ചിന്താഗതിയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായ 4-5 വർഷങ്ങൾ ചെലവഴിച്ചിട്ടും വിപണി ആവശ്യപ്പെടുന്ന പ്രായോഗിക നൈപുണ്യങ്ങൾ ആർജിക്കാൻ സാധിക്കാത്തത് ബിരുദധാരികളെ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഈ സർവേയിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രധാന ആശങ്ക വിദ്യാഭ്യാസ വായ്പകളെക്കുറിച്ചാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 38% പേരും വ്യക്തമാക്കിയത് തങ്ങളുടെ പ്രൊഫഷണൽ പുരോഗതിയെ മന്ദഗതിയിലാക്കുന്നതിൽ വിദ്യാർത്ഥി വായ്പകൾക്ക് വലിയ പങ്കുണ്ടെന്നാണ്. കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഭീമമായ കടബാധ്യതയുമായി ജീവിതം ആരംഭിക്കേണ്ടി വരുന്നത് യുവാക്കളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ തടയുന്നു. ഒരു പുതിയ സംരംഭം തുടങ്ങാനോ വീട് വാങ്ങാനോ അല്ലെങ്കിൽ താൽപ്പര്യമുള്ള മറ്റൊരു മേഖലയിൽ ഉപരിപഠനം നടത്താനോ ആഗ്രഹിക്കുമ്പോഴും ഈ കടബാധ്യത ഒരു വലിയ തടസ്സമായി അങ്ങനെ നിൽക്കുകയാണ്. പലപ്പോഴും വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി മാത്രം ഇഷ്ടമില്ലാത്ത ജോലികളിൽ തുടരേണ്ടി വരുന്ന സാഹചര്യം യുവാക്കളുടെ സർഗാത്മകതയെയും കരിയർ വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ നിക്ഷേപം ലാഭകരമല്ലെന്ന തോന്നൽ ഇത്തരത്തിൽ വായ്പാ ബാധ്യതകളിൽ കുടുങ്ങിപ്പോയ യുവതലമുറയിൽ ശക്തമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളും യഥാർത്ഥ തൊഴിൽ വിപണിയിലെ ആവശ്യങ്ങളും തമ്മിലുള്ള വലിയ അന്തരമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. പരമ്പരാഗത സർവകലാശാല പാഠ്യപദ്ധതികൾ പലപ്പോഴും പഴയകാല അറിവുകളിലും സിദ്ധാന്തങ്ങളിലും അധിഷ്ഠിതമാണ്. എന്നാൽ ആധുനിക വ്യവസായ ലോകം ഓരോ ദിവസവും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്കൊപ്പം പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ പല സർവകലാശാലകൾക്കും കഴിയുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രായോഗിക പരിജ്ഞാനമാണ് തൊഴിലുടമകൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ 4 വർഷത്തെ ഡിഗ്രി പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഇത്തരം ആധുനിക ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രായോഗിക ജ്ഞാനം പലപ്പോഴും ഉണ്ടാകാറില്ല. ഈ ഒരു വിടവ് നികത്താൻ വീണ്ടും ലക്ഷങ്ങൾ ചെലവാക്കി മറ്റ് കോഴ്സുകൾ ചെയ്യേണ്ടി വരുന്നത് ബിരുദ പഠനത്തിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്നു. ഇന്നത്തെ യുവതലമുറ അക്കാദമിക് ബിരുദങ്ങളെക്കാൾ കൂടുതൽ മുൻഗണന നൽകുന്നത് പ്രായോഗിക നൈപുണ്യങ്ങൾക്കാണ്. തൽഫലമായി പരമ്പരാഗത വിദ്യാഭ്യാസത്തിന് പകരമായി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ജോലി ഉറപ്പാക്കുന്ന മറ്റ് മാർഗങ്ങൾ തേടാൻ അവർ താൽപ്പര്യപ്പെടുന്നു. അപ്രന്റീസ്ഷിപ്പുകൾ, വൊക്കേഷണൽ ട്രെയിനിങ്ങുകൾ, കോഡിംഗ് ബൂട്ട് ക്യാമ്പുകൾ എന്നിവയ്ക്ക് ഇന്ന് വലിയ പ്രചാരമാണ് ലഭിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു പ്രത്യേക മേഖലയിൽ വൈദഗ്ധ്യം നേടാനും അതുവഴി വരുമാനം കണ്ടെത്താനും സാധിക്കുമെന്നത് ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ ആകർഷണീയതയെ വർദ്ധിപ്പിക്കുന്നു. ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാൾ ഒരു വ്യക്തിയുടെ കഴിവിനും പ്രവൃത്തി പരിചയത്തിനും തൊഴിൽ വിപണിയിൽ വലിയ വില ലഭിക്കുന്നു എന്ന തിരിച്ചറിവ് യുവതലമുറയെ ഈ മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നു. ക്രിയേറ്റർ എക്കണോമിയുടെ വളർച്ചയും ഈ മാറ്റത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ബിരുദമില്ലാതെ തന്നെ വലിയ വിജയം കൈവരിക്കുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഒരു ഓഫീസിലിരുന്ന് മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വയം സർഗാത്മകത ഉപയോഗപ്പെടുത്തി സ്വതന്ത്രമായി വരുമാനം കണ്ടെത്താൻ സാധിക്കുമെന്നത് ജെൻസിയെ ആകർഷിക്കുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും സേവനങ്ങൾ നൽകാൻ കഴിയുന്ന ഫ്രീലാൻസിംഗ് മേഖലയും ഇന്ന് വളരെ സജീവമാണ്. ഇത് പരമ്പരാഗതമായ 9 മണി മുതൽ 5 മണി വരെയുള്ള ജോലി സംസ്കാരത്തോടുള്ള താൽപ്പര്യം കുറയ്ക്കാൻ കാരണമായി. പഠിച്ച വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വൈവിധ്യമാർന്ന കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനാണ് ഇന്നത്തെ യുവാക്കൾ ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ ഈ അസംതൃപ്തി വരും കാലങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. സർവകലാശാലകൾ തങ്ങളുടെ നിലനിൽപ്പിനായി പാഠ്യപദ്ധതികളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. കേവലം സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ എന്നതിനപ്പുറം വിദ്യാർത്ഥികളെ തൊഴിൽ സജ്ജരാക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രങ്ങളായി മാറാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർബന്ധിതരാകും.
വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ചുകൊണ്ടുള്ള കോഴ്സുകളും പ്രായോഗിക പരിശീലനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതികളും അവലംബിച്ചാൽ മാത്രമേ ബിരുദ പഠനത്തിന് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയൂ. വിദ്യാഭ്യാസ വായ്പകളുടെ കാര്യത്തിലും ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സഹായകരമായ നിലപാടുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ബിരുദ പഠനം പൂർണ്ണമായും അനാവശ്യമാണെന്ന് ഇതിനർത്ഥമില്ല. ഗവേഷണ മേഖലകളിലും വൈദ്യശാസ്ത്രം, നിയമം തുടങ്ങിയ പ്രൊഫഷണൽ മേഖലകളിലും ബിരുദ പഠനം ഇപ്പോഴും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ എല്ലാ മേഖലകളിലും ബിരുദം നിർബന്ധമാക്കുന്ന രീതി മാറേണ്ടതുണ്ട്. തൊഴിലുടമകൾ ഉദ്യോഗാർത്ഥികളുടെ ബിരുദത്തിനപ്പുറം അവരുടെ പ്രായോഗിക കഴിവുകളെയും പ്രശ്നപരിഹാര ശേഷിയെയും വിലയിരുത്താൻ തയ്യാറാകണം. ആധുനിക കാലത്തെ തൊഴിൽ വിപണിയിൽ വിജയിക്കാൻ നിരന്തരമായ പഠനവും, അതായത് കണ്ടിന്യൂസ് ലേണിംഗ്, നൈപുണ്യ വികസനവുമാണ് പ്രധാനം. ഒരു ബിരുദം കൊണ്ട് പഠനം അവസാനിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് യുവതലമുറയെ നയിക്കേണ്ടത്. ചുരുക്കത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയൊരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇൻഡീസ് സർവേയിലെ കണക്കുകൾ ഒരു അപായ സൂചനയാണ്. യുവതലമുറയുടെ ആഗ്രഹങ്ങൾക്കും വിപണിയുടെ ആവശ്യങ്ങൾക്കും അനുസൃതമായി വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയില്ലെങ്കിൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾ കേവലം കടലാസ് കഷണങ്ങളായി അങ്ങനെ അവശേഷിക്കും. പണവും തൊഴിലും തമ്മിലുള്ള ദൂരം കുറയ്ക്കുകയും വിദ്യാഭ്യാസം ഒരു ബാധ്യതയാകാതെ ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള ഉപാധിയായി മാറുകയും ചെയ്യുക എന്നതാണ് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. സർഗാത്മകതയും പ്രായോഗിക ജ്ഞാനവും കൈമുതലായുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ പാകത്തിന് നമ്മുടെ വിദ്യാഭ്യാസ ചിന്താഗതികൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കോളേജ് ബിരുദം നേടുന്നതിനോടൊപ്പം തന്നെ ആധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം നേടാനും വ്യക്തിത്വ വികസനത്തിന് പ്രാധാന്യം നൽകാനും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാറുന്ന ലോകത്തിനനുസരിച്ച് സ്വയം പരിഷ്കരിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ഭാവിയിലെ തൊഴിൽ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രി ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിനാണ് വരും കാലത്ത് പ്രസക്തിയേറുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം കേവലം ഒരു ബിരുദമല്ല, മറിച്ച് സ്വതന്ത്രമായി ചിന്തിക്കാനും പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുമുള്ള കഴിവ് വികസിപ്പിക്കുക എന്നതായിരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.